നമ്മൾ ഇന്ത്യയിലെ റോഡുകളിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് അപകടങ്ങൾ കാണാറുണ്ട് അല്ലേ? പലപ്പോഴും ആ ജീവനും മരണത്തിനും ഇടയിലുള്ളത് പണമോ ദൂരമോ ഒന്നുമല്ല, വെറും സമയമാണ്. ആ വിലപ്പെട്ട നിമിഷങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പുതിയ രക്ഷാകവചത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. PMRAHT. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു റോഡ് അപകടം നടക്കുന്നു, ആംബുലൻസിന്റെ സൈറൺ, ആളുകളുടെ ബഹളം. ഇതിനെല്ലാത്തിനുമിടയിൽ ഏറ്റവും വിലപ്പെട്ടത് എന്തായിരിക്കും? പണമാണോ? അതോ ബന്ധുക്കൾ വരുന്നതാണോ? അല്ലേയല്ല, അത് അതിവേഗം ഓടിമറിയുന്ന ഓരോ സെക്കൻഡുമാണ് സമയം. ഡോക്ടർമാരും ആരോഗ്യവിദഗ്ധരുമൊക്കെ ഈ ആദ്യത്തെ നിർണായക മണിക്കൂറിനെ ഒരു പ്രത്യേക പേരിട്ടാണ് വിളിക്കുന്നത്, ഗോൾഡൻ അവർ. കാരണം ആ ഒരു മണിക്കൂറിനുള്ളിൽ ശരിയായ ചികിത്സ കിട്ടിയാൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത 10 മടങ്ങ് കൂടും. അപ്പോൾ യഥാർത്ഥ പോരാട്ടം അവിടെയാണ്, സമയത്തിനെതിരായ ഒരു ഓട്ടം. ഈ ഗോൾഡൻ അവർ എന്ന വലിയ പ്രതിസന്ധിക്ക് ഒരു ദേശീയ തലത്തിൽ തന്നെ പരിഹാരം വേണ്ടേ? അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് PM റാഹത്ത് എന്ന സമഗ്രമായൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. റോഡപകടങ്ങളിൽപ്പെടുന്ന ഓരോ വ്യക്തിക്കും ആ വിലപ്പെട്ട സമയത്ത് ചികിത്സ ഉറപ്പാക്കാനുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് സത്യത്തിലിത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ PMRAH ലക്ഷ്യം വെക്കുന്നത്? വളരെ സിമ്പിളാണ്. ഒന്നാമതായി, അപകടത്തിൽപ്പെട്ട ആർക്കും ആ ഗോൾഡൻ അവറിൽ ചികിത്സ കിട്ടണം, അത് ഉറപ്പാക്കുക. രണ്ടാമതായി, ഈ ഒരു സംവിധാനം രാജ്യത്തുടനീളം ഒരുപോലെ നടപ്പിലാക്കുക. ഈ വലിയ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയമാണ്. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ലതാണ്. പക്ഷേ എനിക്കോ നിങ്ങൾക്കോ ഒരു അപകടം സംഭവിച്ചാൽ ഇതെങ്ങനെയാണ് നമ്മളെ നേരിട്ട് സഹായിക്കുന്നത്? പ്രത്യേകിച്ചും ചികിത്സാ ചെലവിന്റെ കാര്യം വരുമ്പോൾ 1.5 ലക്ഷം രൂപ. ഈ ഒരു സംഖ്യ ഓർത്തുവെക്കണം. ഇതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ അപകടത്തിലും ഓരോ വ്യക്തിക്കും 1.5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരിക്കും. ചികിത്സയ്ക്ക് പണം ഒരു തടസ്സമാകരുത് എന്ന ഉറച്ച തീരുമാനമാണിതിന് പിന്നിൽ. ഇനി ഈ പരിരക്ഷയുടെ വിശദാംശങ്ങൾ നോക്കാം. അപകടം നടന്ന ദിവസം മുതൽ 7 ദിവസം വരെ നിങ്ങൾക്ക് കാശൊന്നും കൊടുക്കാതെ ചികിത്സ കിട്ടും. ഗുരുതരമല്ലാത്ത പരിക്കുകൾക്ക് 24 മണിക്കൂറും, കുറച്ചുകൂടി സീരിയസ് ആണെങ്കിൽ 48 മണിക്കൂറും അടിയന്തര ചികിത്സ നൽകി രോഗിയുടെ നില സ്റ്റേബിളാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, ആ ആദ്യത്തെ നിർണായക മണിക്കൂറുകൾ മുതൽ സുഖം പ്രാപിക്കുന്നതുവരെ ഈ പദ്ധതിയുടെ ഒരു സംരക്ഷണമുണ്ടാകും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതെല്ലാവർക്കുമുള്ളതാണ്. നിങ്ങൾ രാജ്യത്തെ ഏത് റോഡിലാണെന്നോ ആരാണെന്നോ ഒന്നും ഒരു വിഷയമല്ല. ഈ സുരക്ഷാ വലയം എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണ്. അത് ഈ പദ്ധതിയുടെ വ്യാപ്തി എത്ര വലുതാണെന്ന് നമുക്ക് കാട്ടിത്തരുന്നു. സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇത്രയും വലിയൊരു പദ്ധതിക്ക് എവിടെ നിന്നാണ് പണം വരുന്നത്? അതിന് കൃത്യമായ ഒരു സംവിധാനം തന്നെയുണ്ട്. നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ തുക വരുന്നത് ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു പൊതു ഫണ്ടിൽ നിന്നാണ്. ഇനി അഥവാ ഇൻഷുറൻസ് ഇല്ലാത്തൊരു വണ്ടിയാണ് ഇടിച്ചതെങ്കിലോ, അല്ലെങ്കിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയതാണെങ്കിലോ, പേടിക്കേണ്ട. അവിടെ കേന്ദ്ര സർക്കാർ നേരിട്ട് ബജറ്റിൽ നിന്ന് പണം നൽകും. ചുരുക്കത്തിൽ ആരും ഈ സുരക്ഷാ വലയത്തിൽ നിന്ന് പുറത്തുപോകില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി ആശുപത്രികളുടെ ഭാഗത്തുനിന്ന് നോക്കിയാലോ? അവർക്ക് ഇത് വലിയ തലവേദനയാണോ? അല്ലേയല്ല. ഈ പ്രോസസ്സ് അവർക്ക് വളരെ ലളിതമാക്കിയിട്ടുണ്ട്. അവർ രോഗിക്ക് ഉടൻ ചികിത്സ നൽകുന്നു, ഓൺലൈനായി ക്ലെയിം സമർപ്പിക്കുന്നു, വെറും 10 ദിവസത്തിനുള്ളിൽ പണം അവരുടെ അക്കൗണ്ടിലെത്തുന്നു. ഈ വേഗതയും ഉറപ്പും കൂടുതൽ ആശുപത്രികളെ ഈ ജീവൻ രക്ഷാ ദൗത്യത്തിൽ പങ്കാളികളാക്കാൻ സഹായിക്കും. ശരി, സാധാരണക്കാരന് സഹായം കിട്ടും, ആശുപത്രികൾക്ക് പണവും കിട്ടും. പക്ഷേ ഇത്രയും വലിയൊരു സിസ്റ്റം, ഇത് ശരിക്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആര് നോക്കും? എങ്ങനെയാണ് ഇതിന്റെ മേൽനോട്ടവും നടത്തിപ്പുമൊക്കെ സർക്കാർ ഉറപ്പാക്കുന്നത്? ഇതിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കുന്നത് ഒരു 3 തട്ടിലുള്ള സംവിധാനത്തിലൂടെയാണ്. ഏറ്റവും മുകളിൽ, അതായത് ദേശീയ തലത്തിൽ നയങ്ങൾ തീരുമാനിക്കുന്നു, പിന്നെ ഓരോ സംസ്ഥാനത്തും അത് നടപ്പിലാക്കുന്നു, ഒപ്പം ഓരോ ജില്ലയിലും അതിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നു. അപ്പോൾ താഴെത്തട്ടിൽ വരെ ഇതിന് കൃത്യമായൊരു മേൽനോട്ടമുണ്ടാകും. ഈ ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിലുള്ള സങ്കീർണമായ സംവിധാനങ്ങൾ, ആയിരക്കണക്കിന് ആശുപത്രികൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് നിങ്ങളിലേക്കെത്തുന്നത് വെറും ഒരൊറ്റ നമ്പറിലൂടെയാണ്: 112. ഓർക്കാൻ എളുപ്പമുള്ള, ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്നൊരു നമ്പർ. അപ്പോ നിങ്ങളൊരു അപകടത്തിന് സാക്ഷിയായാൽ എന്തു ചെയ്യണം? ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഉടൻ തന്നെ 112 വിളിക്കുക. അപകടത്തിൽപ്പെട്ടയാൾക്ക് മാത്രമല്ല, ഇത് കാണുന്ന ഒരു വഴിയാത്രക്കാരനായ നമുക്കും വിളിക്കാം. ആ ഒരൊറ്റ ഫോൺ കോൾ മതി അപകടസ്ഥലത്തെ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയുമായും ആംബുലൻസുമായും നിങ്ങളെ ബന്ധിപ്പിക്കാൻ. ഇതിന് പിന്നിലുള്ള ടെക്നോളജി എല്ലാം തടസ്സങ്ങളില്ലാതെ ഏകോപിപ്പിച്ചോളും. അപ്പോൾ പണമില്ലാതെ ചികിത്സ കിട്ടും, എളുപ്പത്തിൽ വിളിക്കാനൊരു നമ്പറുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഇന്ത്യയുടെ റോഡ് സുരക്ഷയിലും അടിയന്തര ചികിത്സാരംഗത്തും എന്തു വലിയ മാറ്റമായിരിക്കും വരാൻ പോകുന്നത്. ഈയൊരു വാചകം ഈ പദ്ധതിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പണമില്ലാത്തതിന്റെ പേരിൽ ഇനി ആർക്കും ചികിത്സ വൈകരുത്, ആരുടെയും ജീവൻ നഷ്ടപ്പെടരുത്.
ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. സർക്കാർ അവരുടെ ഭാഗം ചെയ്തു. വളരെ ശക്തമായൊരു സുരക്ഷാവലയം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപകടം സംഭവിച്ചാൽ സഹായം ഉറപ്പാണ്. പക്ഷേ ആ വലയത്തിന്റെ ആവശ്യം തന്നെ വരാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്തു ചെയ്യാനാകും? നമ്മുടെ ഡ്രൈവിംഗ് ശീലങ്ങളിൽ വരുത്തുന്ന ഒരു ചെറിയ മാറ്റം ഒരുപക്ഷേ മറ്റൊരാൾക്ക് ഈ പദ്ധതിയുടെ സഹായം തേടേണ്ട സാഹചര്യം തന്നെ ഒഴിവാക്കിയേക്കാം. അടുത്ത തവണ നിങ്ങൾ സ്റ്റീറിംഗിൽ കൈവെക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണമല്ലേ?